ജെഫ്രി എപ്സ്റ്റനെ കുറിച്ചും ലിറ്റിൽ ജെയിംസ് ഐലൻഡിനെ കുറിച്ചുമുള്ള വാർത്തകൾ ഇങ്ങനെ എല്ലായിടത്തും വരികയാണ്. സെക്സ് ട്രാഫിക്കിംഗ്, കാനിബലിസം, അങ്ങനെ പല പല പേരുകൾ. ഇതിനകത്ത് ബിൽ ക്ലിന്റൺ ഉൾപ്പെടെ, ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെ വലിയ വലിയ ആളുകളുടെ പേരുകളൊക്കെ വരുന്നു. ആ ലിസ്റ്റ് പുറത്ത് വരുമ്പോൾ ആളുകളുടെ ചോദ്യം ഇത്രയും നാൾ ഇത് എങ്ങനെ നടന്നു എന്നാണ്. എന്നാൽ ശരിക്കും ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഇതിന് പുറകിൽ ആരാണ് എന്നും അതിനുള്ളിൽ ശരിക്കും നടന്നിരുന്നത് എന്തൊക്കെയാണ് എന്നാണ്. ഇത്രയും കുട്ടികൾ ഈ ലോകത്ത് നിന്ന് മുഴുവൻ കാണാതെ പോകുമ്പോൾ ആ കുട്ടികൾ ആ ഐലൻഡിൽ എങ്ങനെ എത്തും? നടന്നു വരില്ലല്ലോ. പല പല വലിയ ആളുകൾക്ക് പ്രൈവറ്റ് ജെറ്റുള്ള പല ആളുകൾ പല ഐലൻഡിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും കുട്ടികളെ കടത്തിക്കൊണ്ട് വരികയാണ്. ആ കുട്ടികളെയാണ് അവർ ഡയറക്റ്റ് അവിടെ കൊണ്ടുപോയി ഇറക്കുന്നത്. ഇത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ലോഗ്സിൽ പല ആൾക്കാരും, ഓപ്ര വിൻഫ്രി പോലുള്ള പല ആൾക്കാരുടെയും ഫ്ലൈറ്റ് അതിനകത്തേക്ക് പോയി ഇറങ്ങി എന്നുള്ളത് തെളിവുണ്ട്. 16-18 തവണയും കണ്ട് അവർ ആ ഫ്ലൈറ്റിൽ ഹൈത്തി എന്ന് പറയുന്ന ഐലൻഡിൽ നിന്ന് ഇവിടെ വന്നിറങ്ങി. നമ്മൾ ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് ഹൈത്തിയിലെ അവരുടെ ബേസ് നോക്കുമ്പോൾ അവിടെ അവർക്ക് കുട്ടികളെ സംരക്ഷിക്കാനുള്ള വകുപ്പാണ്, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ കുട്ടികൾ അവിടുന്ന് മിസ്സിങ് പോകുന്നത് എങ്ങനെ വരുന്നു എന്നുള്ള ഒരു ഐഡിയ വന്നു. ജെഫ്രി എപ്സ്റ്റിന്റെ ഒരൊറ്റ ഐലൻഡിലാണ് ഇത് നടന്നിരുന്നതെന്നും അവിടെ ഇത് പിടിക്കപ്പെട്ടു. അയാള് വലിയ പൊളിറ്റീഷ്യൻസിനെയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് പുറകിൽ കൂടി ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കാശ് വാങ്ങാനും ഇവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനും വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാള് ഇദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുമ്പം ഈ ഓരോ രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാർ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് അവിടെ പോകുന്നു? അദ്ദേഹത്തിന്റെ റീച്ച് വളരെ വലുതാണ്. അതായത് ഇപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിക്ക് നടന്നു കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ UK പാലസ്. അവിടെ അവർക്ക് രാജാവിന്റെ അല്ലെ അന്നത്തെ രാജ്ഞിയുടെ അനുവാദം ഇല്ലാതെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പോലും കയറ്റാൻ പറ്റില്ല. ഇയാൾ അതിനകത്ത് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും തുള്ളിച്ചാടുന്നതിന്റെ വീഡിയോസ് ഉണ്ട്. റൈറ്റ്. അപ്പൊ ഇയാളുടെ റീച്ച് വാസ് സോ മച്ച്. ഇയാളുടെ പാർട്ടികൾക്ക് വന്നിരുന്ന ആളുകൾ, അന്നത്തെ പ്രസിഡന്റുകൾ, പല രാജ്യത്തെ പ്രൈം മിനിസ്റ്ററുകൾ എല്ലാരും വരുന്നു. ഇപ്പോ ഏറ്റവും ആക്ഷൻ എടുത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ DP വേൾഡിന്റെ CEO ആയിട്ടുള്ള സുൽത്താൻ, പുള്ളി ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നതും ടോർച്ചർ വീഡിയോ അടിപൊളിയായിരുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമെയിൽ വെളിയിൽ വന്നതിന് ശേഷം അപ്പ റിസൈൻ ചെയ്യിച്ചു, അറസ്റ്റ് ചെയ്യിച്ചു. അതേപോലെ തന്നെ പല വീഡിയോസും ആ ഇമെയിലിൽ പല പേരുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു സൗദിയിലെ പ്രസിഡന്റിന്റെ പേരുണ്ട്. അവിടെ എന്ത് ആക്ഷൻ എടുത്തു? അപ്പം ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ഇത്രയും കാലം ഈ ഫയൽ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നുണ്ട്. അവരാണ് ഇപ്പൊ ഇത് റിലീസ് ചെയ്തത്. ഇത് കയ്യിൽ വെച്ച് ഇവരെന്തോ ഉണ്ടാക്കുമായിരുന്നു ഇത്രയും നാൾ. എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഇത്രയും പേര് ഇന്നതൊക്കെ ചെയ്തു എന്ന് അറിഞ്ഞിട്ടും അവരെ കൊണ്ട് ആക്ഷൻ എടുക്കാവുന്നതിൽ പരിധികളുണ്ട്. ആക്ഷൻ എടുക്കാൻ തുടങ്ങിയ അപ്പ കാച്ചിക്കളയും. ഫോർ എക്സാമ്പിൾ, പല സിനിമാ നടന്മാരും നല്ല മനസ്സുള്ള വലിയ ആളുകളും ഉണ്ടായിരുന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോൾ വാക്കർ ചൈൽഡ് ട്രാഫിക്കിങ്ങിനെതിരെ കേസിന് നടന്നേച്ച് അവസാനം ആക്സിഡന്റിൽ മരിച്ചു. നമ്മുടെ ക്രിക്കറ്റിന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ പോലെ അവർക്ക് ബാസ്കറ്റ് ബോളിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു, കോബി ബ്രയന്റ്. പുള്ളി ഹെലികോപ്റ്റർ ക്രാഷിലാണ് മരിക്കുന്നത്. അത് മരിക്കുന്നതിന് മുമ്പേ സിംസൺസിൽ ആ വീഡിയോ വരുന്നു, ഇങ്ങനെ ഒരു വലിയ ലെജൻഡ് NBA കാരൻ അതിൽ പോകുമെന്ന് മരിക്കുമെന്നുള്ളത്. അവനും ഇതേപോലെ തന്നെ ക്ലിന്റൺസിനെതിരെ ചൈൽഡ് ട്രാഫിക്കിങ്ങിനെതിരെ കേസ് പറഞ്ഞു പോയവരാ. ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ആ കുട്ടികളെ കൊണ്ട് എന്താണ് ഉപയോഗം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇതിന് CIAയുടെ ഒക്കെ വീഡിയോസ് ഉണ്ട്. ഇത്രയും കുട്ടികളെ അവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു ഫണ്ടിങ് എന്താണെങ്കിലും വേണമല്ലോ. അല്ല, ഈ ഐലൻഡ് വിലക്ക് വാങ്ങിച്ച് അതിനകത്തൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനും ഈ കുട്ടികളെ ബ്ലഡ് ഹാർവെസ്റ്റ് ചെയ്യാനും ഓർഗൻ ഹാർവെസ്റ്റ് ചെയ്യാനും അതിന്റെ വേസ്റ്റ് ഫുള്ള് ടണൽ ചെയ്ത് ഷാർക്സിന് കൊടുക്കാനും ബാക്കി വരുന്ന ബോൺസ് മുഴുവൻ എടുത്ത് സൾഫ്യൂരിക് ആസിഡ് ഇട്ട് ബേൺ ചെയ്യാനും ഇതിനെല്ലാം ഒരു ഫുൾ സെറ്റപ്പാണ്. അപ്പൊ ഇത് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾ ആ ഐലൻഡിന്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കി, ജെഫ്രി എപ്സ്റ്റിന്റെ ഐലൻഡ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ എടുത്ത് അതിന്റെ മാപ്പ് ഒന്ന് നോക്കി. നമ്മുടെ കുട്ടികൾ പലരും കാണുന്ന ചാനലിന്റെ ലോഗോയാണത്. അല്ലേ? നിക്കൽ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിന്റെ പേരാണ്. ഇദ്ദേഹം ഇത്രയും ഒരു വലിയ എസ്റ്റാബ്ലിഷ്ഡ് കാര്യം നടത്തണമെങ്കിൽ ഒരുപാട് ബാക്കപ്പ് അദ്ദേഹത്തിന് കാണുമല്ലോ. ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേര് കാണണമല്ലോ. ഇതൊരു രാജ്യമാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി ആം റോങ്. കാരണം പുള്ളി ആ പണിത ഐലൻഡിനകത്തെ ബിൽഡിംഗ് നമ്മൾ നോക്കിയാൽ ഒരു രാജ്യത്തിന്റെ ഫ്ലാഗാണ്. ഇദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? പുള്ളി ബോൺ ആൻഡ് ബോട്ടപ്പ്. പുള്ളിയും പുള്ളിയുടെ പാരന്റ്സ് ഒക്കെ US ആണ്. പക്ഷേ അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്, ജൂതന്മാരാണ്. അമേരിക്കയിൽ ബോൺ ആൻഡ് ബോട്ടപ്പ് ആയിട്ടുള്ള ജൂതന്മാരാണ്. അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളുടെ മാംസം മനുഷ്യർ തന്നെ കഴിക്കുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? അവരെ സംബന്ധിച്ച് ഇത് ആന്റി ഏജിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പച്ചമാംസം ബ്ലഡിൽ മുക്കിയിട്ടുള്ളത്. അത് പേടിച്ച് വിറച്ച് മരിച്ച ഒരു വ്യക്തിയുടെ
ബ്ലഡിൽ മുക്കിയിട്ട്. അത് ഒരു CIA ഏജന്റ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇന്റർനാഷണൽ കോർട്ടിലും CIA കോർട്ടിലും. ആന്റി ഏജിങ് ഇതിൽ നിന്നും കിട്ടുന്നുള്ള ഒരു സയന്റിഫിക് ആയിട്ട് അതിനുള്ള പ്രൂഫ് ഉണ്ടാകും. ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രഗ്സിൽ ഒന്നാണ് അഡ്രീനോക്രോം എന്ന് പറയുന്നത്. ആ ഡ്രഗിന്റെ ഓവർ ഡോസ് ആണ് പാൻഡ ഐസ് അല്ലെ ബ്ലൂ ഐസ് എന്ന് പറയുന്നത്. വെറുതെ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ പാൻഡ ഐസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ബിഗ് ആൾക്കാരെ കാണാൻ പറ്റും. കണ്ണാടി വെച്ചേ നടക്കുള്ളൂ. അബദ്ധത്തിൽ കണ്ണാടി എടുക്കുന്ന സ്ഥലത്ത് അത് കാണാൻ പറ്റും അതിന്റെ ഓവർ ഡോസിൽ. ഇത് ആന്റി ഏജിങ്ങിനും ആകാം, അല്ല എങ്കിൽ ഡ്രഗ്സിന്റെ അതിന് അടിമപ്പെട്ടു പോയി ഉപയോഗിക്കുന്നവരും ആകാം. ഇതിന്റെ കോസ്റ്റ് കാരണം സാധാരണക്കാരനൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഫിലിം സ്റ്റാർ ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ 100%. അത് 10, 70, 80 വയസ്സുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള സിനിമാ നടന്മാരുണ്ട്. അവർ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ചെയ്യുന്നുണ്ട്. ഇതിന് ഒരു വലിയ ഡിമാൻഡാണ്. അവര് 70 വയസ്സുള്ള ഒരു വ്യക്തി 50 വയസ്സിലെ താഴെ തോന്നിക്കുന്നുവെങ്കിൽ അയാൾ ഇത് ഉപയോഗിക്കാതെ അല്ലെ അയാളുടെ ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാതെ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇത്രയും പൈസ മുടക്കി ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എങ്ങനെയാണെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഇത് ഇന്ന പോലെ ഒരു തെറ്റ് ചെയ്തിട്ടാണ്. അല്ല, അത് അറിയണമെന്നില്ല. ഇപ്പൊ ചിലരോട് പറയുന്ന ഈ പറഞ്ഞ ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യാത്ത പഠിത്തം ഇല്ലാത്ത ആളുകൾ കാണും. അവര് ചിലപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി എന്നുള്ളത് മാത്രമേ കാണുള്ളൂ. മറ്റേ ലോജിക്കൽ സെൻസിൽ ഊളായിരിക്കും. അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർ പറഞ്ഞ ഞങ്ങൾ സ്റ്റെം സെൽസ് തരികയാണ്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇത് കേട്ടിരുന്നത് ഈ ഫിലിം ഫീൽഡിലുള്ളവരൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് അവരുടെ. അല്ല, അതിപ്പോ ഇതിനകത്ത് അമേരിക്കയിൽ ഒരു ഫേമസ് നടിയുണ്ട്, ഭയങ്കര സുന്ദരിയാണ്, സാൻഡ്ര ബുള്ളോക്ക് എന്നും പറഞ്ഞിട്ട്. റൈറ്റ്, അവര് എന്ത് പ്രായമുണ്ട്. ഇപ്പോൾ ഉള്ള ഫോട്ടോസും വീഡിയോസും നോക്കി, ലേറ്റസ്റ്റ് മൂവി തന്നെ നോക്കി. അവർ ഓൺ TV എലൻ ഷോയിൽ വന്നിരുന്ന് പറയുന്നുണ്ട്, ഞങ്ങള് ഇന്നത്തെ തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിടിയിടാ, നിങ്ങൾ ശ്രദ്ധിച്ചതെന്ന് കണ്ടു നോക്കണം. അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, യങ്ങർ ഇൻഡിവിജ്വലിന്റെ സ്കിൻ സെൽസിൽ നിന്ന് എടുത്ത ടിഷ്യൂസ് ഞങ്ങൾ ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് തന്നെ വേറൊരു ഇതിനകത്ത് സ്റ്റീവ് ഹാർവിയുടെ ഷോയിൽ വരുമ്പോൾ അവരൊരു ക്രീം ഉപയോഗിക്കുന്നത്. ആ ക്രീം ഒരു റെഡ് ഡോട്ടാ. സ്റ്റീവ് ഹാർവി വാസ് ലൈക്ക്, ഇതെന്താ സംഭവം, ഇറ്റ് ലുക്സ് ലൈക്ക് ബ്ലഡ്. ഇന്നലെ അവർ പറയുന്നത് ദിസ് ഈസ് എ ബ്ലഡ് ടിഷ്യൂ ഫ്രം കൊറിയൻ ബേബീസ്. അപ്പം എവിടുന്നാണെങ്കിലും ആരുടെ ബേബി ആണെങ്കിലും അതൊരു ബേബിയാണ്. ഇതുകൊണ്ടാണ് ലോകം മുഴുവൻ മൈ ബോഡി മൈ കിണ്ടി എന്ന് പറഞ്ഞിട്ട് അവർ അബോർഷന് വേണ്ടി ഇത് ചെയ്ത് കൊടുക്കുന്നത്. തോന്നിയ രീതി സെക്സ് ചെയ്യാനും കുട്ടികളെ ഉണ്ടാക്കാനും എന്നാൽ അതിനെ അബോർട്ട് ചെയ്ത് കളയാനും അവർക്ക് ഓൺ ഡിമാൻഡ് സാധനം കിട്ടാൻ വേണ്ടിയാണ്. അതൊരു ബിസിനസ് ആക്കുകയാണ് അവര്. അല്ല, അതൊരു ബിസിനസ് ആണ്. അവർക്ക് സാധനം കിട്ടാതെ വന്നപ്പോൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയി ഇതാക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പോഴാണ്. പിന്നെ ഇതിന് 2 സൈഡ് ഉണ്ട്. നമ്മൾ ഇപ്പൊ സൗണ്ട് ഓഫ് ഫ്രീഡം എന്നുള്ള ഡോക്യുമെന്ററി കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം. അത് US ഡെൽറ്റ ഫോഴ്സിൽ വർക്ക് ചെയ്ത അയാളുടെ ലൈഫ് എക്സ്പീരിയൻസും അയാളുടെ ബോഡി ക്യാം ഫുട്ടേജുമാണ് മെജോറിറ്റി. അതിൽ അയാൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, 10 മില്യൺ കുട്ടികളെ കാണാതെ പോകുന്നതിൽ ഓൾമോസ്റ്റ് 3-3.5 മില്യൺ സെക്സ് ട്രാഫിക്കിന് വേൾഡ് വൈഡ് പോകുന്നു. ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനോക്രോം ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി പോകുന്നു. അത് കഴിഞ്ഞ് വരുന്നതിനെയാണ് ഈ സാക്രിഫൈസിന് കൊടുക്കുന്നത്. ചൈൽഡ് സാക്രിഫൈസിന് ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഇപ്പൊ ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്നാണ് പലയിടത്തും നമ്മൾ എല്ലാ ദിവസവും കാണുന്നതാണ് പലപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ന്യൂസ്. അതിനുശേഷം അവരെ പിടിച്ചു, കുട്ടിയെ തിരിച്ചെടുത്തു. പക്ഷേ ഇതിന്റെ മുന്നോട്ടുള്ള അന്വേഷണം, ഇവരെന്തിനു പിടിച്ചു, ഈ കുട്ടികളെ എവിടെ കൊണ്ടുപോകാനും അങ്ങനെയുള്ള ന്യൂസുകളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ജസ്റ്റ് ആൾക്കാരെ പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം മാത്രം ഒന്നും പോയിട്ടില്ല. കേട്ടിട്ടുള്ള എല്ലാം പിള്ളേരെ പിടിച്ചോണ്ട് പിച്ചക്കാരാ പിടിച്ചോണ്ട് പോകുന്നത്. അത് ചെറിയ നെറ്റ്വർക്കാണ്. മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം കൺട്രോൾ ചെയ്യുന്ന നെറ്റ്വർക്കുകളാണ്, ബില്യനേഴ്സിന്റെ. ആ നെറ്റ്വർക്കിൽ ഇവർക്ക് തൊടാൻ പോലും പറ്റില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. കൊറിയയിലേക്ക് ചൈനയിൽ നിന്ന് വലിയൊരു പാക്കേജ് വരുന്നു. ഈ പാക്കേജ് വലിയൊരു പിൽസ് ആണ്, നമ്മുടെ ബി കോംപ്ലക്സ് ഒക്കെ പോലുള്ള വലിയ പില്ല്. അപ്പൊ അവർക്ക് മനസ്സിലായില്ല ഇത് എന്തോ വന്ന്. അവർ തുറന്നു നോക്കിയപ്പോൾ എന്തോ പൊടിയാണ്. ഇത് എന്തിന്റെ പൊടിയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഗവൺമെന്റ് ഫാർമസ്യൂട്ടിക്കൽസിൽ വിട്ട് ടെസ്റ്റ് ചെയ്യിക്കും. ടെസ്റ്റ് റിസൾട്ട് കണ്ടിട്ട് അവർ ഞെട്ടിപ്പോകും. കൊച്ചു കുട്ടികളെ പൊടിച്ച് ആ പൊടി ഈ പില്ലിലാക്കി കയറ്റിവിട്ടതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആന്റി ഏജിങ് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് കൊറിയയിൽ നിന്നുണ്ടാക്കി വെളിവിടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കൊറിയയിലേക്ക് വരുന്നത്. ഈ ഇന്ത്യയിലുള്ള ഫേസ് ക്രീംസ് ഒക്കെ ഉണ്ടല്ലോ, നോർമൽ ആയിട്ടുള്ളത്, അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഈ നടന്മാരും നടിമാരും യൂസ് ചെയ്യുന്ന പോലെ ഉണ്ടാവില്ല. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേരുന്നുണ്ടോ? അതിൽ ചെറിയ അതായത് അവർക്ക് ചീപ്പായിട്ട് കിട്ടുന്ന വേസ്റ്റുകൾ കാണുമല്ലോ. ഹ്യൂമൻ വേസ്റ്റ് തന്നെയാണ്, പക്ഷെ ചീപ്പായിട്ട് കിട്ടുന്നത് കാണും. അല്ല, ഈ ഇന്ത്യ ഇത്രയും വലിയൊരു രാജ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാണാതെ അവിടെ ഇടങ്ങളിൽ പോകുന്നുണ്ടെന്ന്. ഇവിടെയും അങ്ങനെയുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിന് ഡിമാൻഡാണ്. ഇതൊരു ബിസിനസ്സാണ്, സപ്ലൈ ആൻഡ് ഡിമാൻഡാണ്. അതായത് അത്രയും ലക്ഷം രൂപ, കോടി രൂപ കൊടുത്തത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ സാധനം വരും. നമ്മുടെ നാട്ടിൽ അത്രയൊന്നും കൊടുത്ത് ആന്റി ഏജിങ് ആക്കാനുള്ള ഒരു എക്കോണമി നമുക്ക് ആയിട്ടില്ല. വളരെ ചുരുക്കം വരുന്ന ഈ ബിഗ് സെലിബ്രിറ്റികളാണ് അതിന്റെ ആവശ്യക്കാർ. അവർക്ക് വേണ്ടി ഇവിടെ ഇപ്പൊ സപ്ലൈ ചെയ്യാൻ റിസ്ക് എടുക്കാൻ ആൾക്കാരില്ല. കാരണം അവർക്ക് ഓൾറെഡി വെളിയിൽ നിന്ന് എന്തായാലും മനസ്സിലാവും. ഓബിയസ്ലി ഇവരെല്ലാം മനസ്സിന്റെ വയൽ മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കയിലും പല സ്ഥലത്ത് പോകുന്നവരാണ്. സിൽവസ്റ്റർ സ്റ്റാലോണിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഏതോ ഒരു എയർപോർട്ടിൽ വെച്ച് പുള്ളിയുടെ ബാഗേജ് പിടിക്കുന്നു, ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന പോലുള്ള വൈൽസ് ആണ്
കുത്തിവെക്കുന്നത് ഏതൊരു മൂവിക്ക് വേണ്ടി പോകുമ്പോഴാണ്. അപ്പൊ അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഇത് ടർക്കിഷ് മീഡിയയിൽ അവരിട്ടിരുന്നു. പാൻഡ ഐസ്, ബ്ലൂ ഐസ്, 33-ാമത്തെ വയസ്സിൽ ഇന്ന ആക്ടർ അമേരിക്കയിലെ, ഇന്ന് 65 വയസ്സിലുള്ള പുള്ളി, രണ്ടും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നത്, എന്തുകൊണ്ട് ഏജ് ചെയ്തില്ല? അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് വരുന്നു. പക്ഷെ ഇതിന്റെ പുറകില് ഈ ആന്റി ഏജിങ് മാത്രമല്ലാതെ ഒരു ക്ലാൻ ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഫ്രീ മേസൺറി അല്ലെ ഇല്ലുമിനാട്ടി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒരു ഇവന് ഭ്രാന്ത. ബട്ട് CIA ഏജന്റ് മുതൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു there are groups behind it. ഇപ്പോൾ തന്നെ പല അമേരിക്കൻ കമ്പനികളും വന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര വിലക്ക് എടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ കണ്ടു. അടുത്ത വാർത്ത എന്താ വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഹോസ്പിറ്റലുകളും 100% ബീഫ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വരും. എന്ന് വെച്ചാൽ നമ്മൾ മാക്ഡൊണാൾഡ്സ് പോലുള്ള കമ്പനിയിലേക്ക് ചെല്ലുമ്പോൾ അവർ എഴുതി വെച്ചേക്കുന്ന ബർഗറിന്റെ താഴെ 100% ബീഫ്. സത്യമാണ്. പക്ഷെ ആ 100% ബീഫ് എന്ന് പറഞ്ഞ വേറൊരു കമ്പനിയുടെ പേരാണ്. ആ കമ്പനി ഹോസ്പിറ്റലുകളുമായിട്ടാണ് ടൈപ്പ്. അപ്പൊ എന്താണ് ആ 100% ബീഫ്? അതൊന്ന് വ്യക്തമാക്കാവോ? അയ്യോ, ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര കോമഡി. എന്ന് വെച്ചാൽ അതാണ് ഇപ്പൊ അമേരിക്കയിൽ ആരിസോണയിൽ കാണിച്ച ഒരു വലിയ ഫാക്ടറി. മനുഷ്യ മാംസം ചോപ്പ് ചെയ്ത് ഇഷ്ടമുള്ള ഭാഗം ആൾക്കാർക്ക് കൊടുക്കുന്നു. അപ്പൊ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ട്, വാങ്ങാൻ ആളുണ്ട്. ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലെ രോഗികളുടെ ഡേറ്റ മൊത്തം അവിടെ ചെല്ലുമെന്നുള്ളതാണ്. ആ ഡേറ്റ ഉപയോഗിച്ച് അവരെന്ത് ചെയ്യും എന്നുള്ളത് അവര് ഇനി അല്ല, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അനുസരിച്ച് നോക്കിയാൽ കാലക്രമേണ നമ്മുടെ അവിടെ അബോർട്ട് ആകുന്ന കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്ന വ്യക്തികളും എല്ലാം ഇതിനകത്ത് ചെന്ന് ചേരാൻ സാധ്യതയില്ലയോ? ഓബിയസ്ലി അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് എങ്ങനെ അത് കിട്ടും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് ഏറ്റവും റീച്ച് ഉള്ളവർ, ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർ. അവർക്ക് ചൈൽഡ് സാക്രിഫൈസ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അജണ്ട. പിന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന അഡ്രിനാലിൻ ബ്ലഡ് വെൻ ട്രോമറ്റൈസ്ഡ്, അതാണ് അഡ്രീനോക്രോമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അവരുടെ ഡിമാൻഡ് കുട്ടികളോടായതുകൊണ്ട് വിച്ച് ഇസ് അഗെയിൻസ്റ്റ് ബൈബിൾ, റൈറ്റ്? പൈതങ്ങളെ എൻ്റെ അടുക്കലേക്ക് വരുവാൻ അനുവദിപ്പിനെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വേദനിപ്പിക്കുമ്പോൾ തമ്പുരാന് പെട്ടെന്ന് വേദനിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവർ ആ ഒരു ഇത് ചൂസ് ചെയ്യുന്നത്. സാത്താനും അതിന് താഴോട്ടുള്ള 4 പേരെ എടുക്കുമ്പോൾ ഫോർണിക്കേഷൻ ഒരാളുണ്ട്, അതായത് വെറുതെ പബ്ലിക്കലി സെക്സ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ദൈവമുണ്ട്. ഏറ്റവും താഴെയാണ് ബാഫമത്ത് എന്ന് പറഞ്ഞ സാധനം വരുന്നത്, DT, ചൈൽഡ് സാക്രിഫൈസിന്റെ ദൈവമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇത് ഫോർണിക്കേഷനും അതിനുശേഷം ഇങ്ങനെ താഴെ ചൈൽഡ് സാക്രിഫൈസ് വരെ അവർ പബ്ലിക്കായിട്ട് ആ ഒരു ഗ്രൂപ്പിനകത്ത് ആചരിച്ചു പോരുകയാണ്. അതിനകത്ത് വന്ന് വീഡിയോ എടുക്കപ്പെട്ട ഒരാൾക്ക് പിന്നെ രക്ഷപ്പെടാൻ വരിക, ഇവർ പറയുന്ന കേട്ട് നിൽക്കണം. അങ്ങനെ കേട്ട് നിൽക്കാത്ത പലരെയും നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്തു. അതിനകത്ത് മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ വരും. അവരെയൊക്കെ കാച്ചിക്കളഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ അനുസരിച്ച് അവർക്കെതിരെയായിട്ട് നിൽക്കുന്നവരെ ആരും ജീവിക്കാൻ സമ്മതിക്കില്ല, തട്ടിക്കളയും. അതല്ലേ അതിന്റെ അർത്ഥം? അവരെ തടയാനോ അതിന് കേസിന് പോകാനോ കെൽപ്പുള്ള ഒരാളാണ് എന്ന് തോന്നിയാൽ 100%. അപ്പൊ ഇതിന്റെ പുറകിൽ വൻപൻ ശക്തികളില്ലേ? അതാണ് ഞാൻ തന്നെ പറഞ്ഞത്. പല ന്യൂസുകളുമുണ്ട്. മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലി സ്പൈ ഏജൻസിയുടെ സ്പൈ ആണ് ഇവനെന്ന്, ഇവനെ ട്രെയിൻ ചെയ്തിരുന്നത് അവരാണെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും ലൈനപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കയിൽ പാസ്സാകുന്ന സകല ബില്ലും ഇസ്രായേലിന് അനുകൂലമാണ്. ഇസ്രായേലിന് ഇത്ര മില്യൺ ഫണ്ടിങ് വേണം, ശരി, ഇതേ പോട്ടെ പൈസ. അപ്പൊ അമേരിക്കൻ ടാക്സ് പേയേഴ്സിന്റെ പൈസയിൽ ഒരു വലിയ തുക ഇസ്രായേലിലേക്ക് പോകുന്നുണ്ട്. വലിയ നേതാക്കളെ കുറിച്ചൊക്കെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അവർ കണ്ടു, ഇവർ കണ്ടു, ഇമെയിൽ ചെയ്തു. അതിനകത്തൊക്കെ സത്യാവസ്ഥയുണ്ടോ? ഇവരിതിനകത്ത് ഉൾപ്പെട്ട കക്ഷികളാണോ? അല്ല, പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു വലിയ നേതാവിനെ എടുക്കുക, അയാൾ അടുത്ത ലോകം കാണുന്ന ബിഗ് ലീഡർ ആവുന്ന ചിന്തിക്കുകയാണെങ്കിൽ അവർ നേരത്തെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കും, ഇയാളെ ഏത് രീതിയിൽ നമുക്ക് പിടിക്കാം, പെണ്ണാണോ, കാശാണോ, ഡ്രഗ് ആണോ, എന്താണെന്ന്. ഇതിൽ വീഴാത്ത ഒരാളാണെങ്കിൽ വീടില്ല. പക്ഷെ എന്നാൽ അവനുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്ന കോൺടാക്ട് ചെയ്തിരുന്നു. ഇതിനകത്ത് ഇയാളുടെ ഫ്ലൈറ്റ് അവന്റെ ഐലൻഡിൽ പോയി ഇറങ്ങിയിരുന്നു എന്നുള്ള ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ലോഗിൽ വളരെ ക്ലിയറാണ്. അതൊരു രാജ്യത്തിന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ജെഫ്രി ആ വ്യക്തി ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു, അതായത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. പക്ഷേ അന്നേ ദിവസത്തെ സെക്യൂരിറ്റി ക്യാമറകളൊന്നും വർക്ക് ചെയ്തില്ല എന്നും പറയുന്നു. നമ്മുടെ നാട്ടിലെ ക്യാമറ അല്ലല്ലോ, അമേരിക്കയിലുള്ളതല്ലേ. അതുകൊണ്ട് അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനുശേഷം പുള്ളിയെ പല രാജ്യങ്ങളിൽ കണ്ടു എന്ന് പറയുന്നു. ഇപ്പോഴും ആ ഐലൻഡ് ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ? അല്ല, അത് ഗവൺമെന്റ് സീസ് ചെയ്തു ഇപ്പൊ എന്താ എന്ന് പറയുന്നു, നമുക്കറിയില്ല. റൈറ്റ്, ഇതെല്ലാം വെളിയിലുള്ള ന്യൂസുകളോ വെളിയിലോട്ട് വരുന്നതോ അതിന്റെ സത്യാവസ്ഥ കറന്റ് ക്ലാരിറ്റി എന്നുള്ളത് ആർക്കും ഇല്ല. പക്ഷെ ഇതിന്റെ എല്ലാം ഉള്ളിൽ നമ്മൾ ഇപ്പോഴും ചിന്തിക്കേണ്ടത്, ഇത്രയും കാലം ഇത്രയും പേര് ഇത് കണ്ടിന്യൂ ചെയ്തിരുന്നു ഇങ്ങനൊരു പരിപാടി, എന്നിട്ട് ഇത് ചെയ്തിരുന്നു എന്നുള്ളതിന്റെ സകല തെളിവും അമേരിക്ക പോലെ അവിടെ ഞങ്ങളുടെ 2 സിറ്റിസനെ കൊന്നു എന്നും പറഞ്ഞ് അവിടെ പോയി ബോംബിടുന്ന ഒരു രാജ്യമാണ്. അവരുടെ കയ്യിൽ ഈ ഫയൽ മുഴുവൻ ഉണ്ടായിട്ട് ഒരു ആക്ഷനും അവർ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ എപ്സ്റ്റൈൻ ഫയലിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട്. തമാശയായിട്ട് നമുക്ക് തോന്നും, കഴിഞ്ഞ പ്രസിഡന്റ് മരിച്ചു പോയിട്ട് 9 വർഷമായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് 2018 19 മരിച്ചു പോയി അതിനകത്ത് പറയുന്നത്. അപ്പൊ ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് ഇരുന്ന ആരാ? ബോഡി ഡബിൾ ആണെന്നുള്ളത് അവർ ക്ലിയർ ആയിട്ട് ആർഗ്യൂ ചെയ്യുന്നു. അത് പലതവണയും പുള്ളി നടക്കുന്നതും ഇരിക്കുന്നതും, പുള്ളിയുടെ മൂക്ക്, ചെവിയുടെ ഇയർ ലോബ്സ്, പഴയ ബൈഡനും പുതിയ ബൈഡനുമായിട്ടുള്ള ബൈഡൻ 2012 കോൺഫറൻസിന്റെ ഒരു ഫോട്ടോ എടുക്കുക, 19 20 എടുക്കുക, രണ്ടും തമ്മിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു സാമ്യവും ഇല്ല. അപ്പം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ
കറക്റ്റായിട്ട് ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്നും ഒരു എന്റർടൈൻമെന്റിന്റെ വേൾഡിലാണ്. അപ്പൊ എപ്സ്റ്റീൻ മാത്രമാണ് മൊണോപ്പൊളി ആയിട്ട് ഈ ലോകം മൊത്തം ഇത് ചെയ്തു എന്നുള്ളതല്ല, ഇതുപോലെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു. ഉണ്ടോ? ഡിഡി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അയാളെ റീസെന്റ് പിടിച്ചു. ഇത് ആര് ഭരിക്കുമ്പോൾ പിടിക്കുന്നു എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ തവണ ഇവനെ പിടിച്ച ആരാ, ഇത്തവണ വന്ന് ഡിഡിയെ പിടിച്ച ആരാ? അപ്പം അതിനുള്ള ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റിയ ലീഡേഴ്സ് വേണം. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവർ, എനിക്ക് ഈ ഭരണമില്ലേ പുല്ല എന്ന് തോന്നുന്ന ആൾക്കാർ വേണം. അങ്ങനെയുള്ളവർ വരുമ്പോൾ മാത്രമേ അത് നടക്കുന്നുള്ളൂ. അമേരിക്കയിൽ, നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ളവർ വന്നാൽ ഇങ്ങനെ പല കാര്യങ്ങളും വെളിവരും. ഇത്രയും വർഷമായി ഇത് സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈയിടെ എങ്ങാണ്ടാണ് ഇത് ന്യൂസിലൊക്കെ പബ്ലിഷായി വരുന്നത് അല്ലേ? അതെ. അതിനുള്ള കാരണം എന്നാ ഇപ്പോഴാണ് ഇവരൊക്കെ അറിയുന്നത്? പല ന്യൂസ് ചാനലുകളുടെയും ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണ്, അവരുടെ അഡ്വർടൈസ്മെന്റ് ആണ്. അതിന്റെ നേതാക്കളും മുതലാളിമാരും ഇതിനകത്തുള്ളത്. അവരുടെ പേര് വെച്ച് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മുതൽ അന്നമില്ല, ചാനലും തുറന്ന് ചിരിക്കാന്നേ ഉള്ളൂ. അല്ല, ഇതുമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക്, കാണാതെ പോകുന്ന കുട്ടികൾക്ക് കണക്ഷൻ ഉണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് മാത്രം കഴിഞ്ഞ 11 വർഷം കൊണ്ട് 6000 കുട്ടികളെ കാണാതെ പോയി. അതിൽ 700 പേരെ ഒട്ടും ട്രേസ് ചെയ്യാൻ പോലും പറ്റിയിട്ട്, ഡൽഹിയിൽ നിന്ന് മാത്രം. അപ്പോൾ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് എത്ര കുട്ടികളെ കാണാതെ, ഈ പറഞ്ഞ പോലെ നേപ്പാൾ വഴി അല്ലെ ശ്രീലങ്ക വഴി പോകുന്ന നെറ്റ്വർക്കുകളുണ്ട്. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിഞ്ഞാൽ മഷിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്നുള്ളതാണ്. അത് സൗണ്ട് ഓഫ് ഫ്രീഡം എന്നുള്ള ഡോക്യുമെന്ററി നോക്കിയാൽ മതി. ആ രാജ്യത്ത് അന്ന് അയാൾ ഒരു മിലിറ്ററി ഡെൽറ്റ ഫോഴ്സിന്റെ ഏജന്റ് ആയിട്ടാണ് പോകുന്നത്. അമേരിക്കൻ മിലിറ്ററിയെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നത്. അമേരിക്കയിലെ 3 പിള്ളേരെ രക്ഷിക്കാനാണ് പോകുന്നത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ പുള്ളി കാണുന്നത് 100 കണക്കിന് കുട്ടികളാണ്. പുള്ളി അന്നേരം ഡയറക്റ്റ് ചെയ്ത്, ഡു ഐ ഹാവ് ദ പെർമിഷൻ ടു റെസ്ക്യൂ അതേഴ്സ്, ആർ ദ US സിറ്റിസൺസ്? ഞാൻ പറയാം അല്ല, നോ, യു ഡോണ്ട് ഹാവ് ദ പെർമിഷൻ. അന്ന് അയാൾ ആ 3 അമേരിക്കൻ കുട്ടികളെ മാത്രം തിരിച്ചു വരികയാണ്. പിന്നെ വന്ന് തനിക്ക് ഉള്ളതും എല്ലാം വിറ്റ് പെറുക്കി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി മെർസനറീസ് ആയി അവര് തിരിച്ചു പോവുക ഓരോ രാജ്യത്ത്. അവര് പിള്ളേരെ രക്ഷിച്ചുകൊണ്ട് വരിക. അപ്പൊ ഇതിന്റെ എല്ലാം ഫൂട്ടേജാ, ഡെൽറ്റ ഫോഴ്സിന്റെ യൂണിഫോമിൽ പോകുന്ന ഫൂട്ടേജ് ഉൾപ്പെടെ, അതിനുശേഷം പുള്ളി പോയി ഇറങ്ങിയ രാജ്യത്തെ റിസ്ക് എടുത്ത കാര്യങ്ങളുടെ ഫൂട്ടേജാ. ഇത് മുഴുവൻ ഒരു ഡോക്യുമെന്ററി ആയിട്ട് വന്നു. എന്നിട്ട് എന്താ ആൾക്കാർ കാണാനും ഒന്ന് ആലോചിച്ച് നോക്കി. അവസാനം ഇലോൺ മസ്ക് അത് അവന്റെ വാളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒറ്റയടിക്ക് 100-200 മില്യൺ ആൾക്കാർ കണ്ടത്. അതുവരെ ഒരൊറ്റ സിനിമാ തിയേറ്റർ അത് കാണിക്കാൻ റെഡിയായില്ല. വളരെ എളുപ്പമാണ്. കാരണം ഈ പോകുന്ന കുട്ടികളെ മുഴുവൻ, ഇതിനാണ് റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം റഷ്യ യുക്രൈനെ അടിച്ചു തുടങ്ങിയ ആദ്യ ആഴ്ചയിൽ ഏതാണ്ട് 14 ബയോ ലാബ്സ് അടിച്ചേക്കുന്നത്. അതിൽ 7 ബയോ ലാബുകളുടെ മുതലാളിമാര് അമേരിക്കൻ പൊളിറ്റീഷ്യൻസിന്റെ മക്കളായിരുന്നു, ബൈഡന്റെ മകൻ ഉൾപ്പെടെ. പുള്ളി ഒരു വലിയ ഫേമസ് ഡ്രഗ് ആയിരുന്നു, എല്ലായിടത്തും ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ ആ ഡ്രഗ്സ് എന്തായിരുന്നു എന്നുള്ള നമുക്കറിയില്ല. ഈ ബയോ ലാബിൽ പ്രോസസ് ചെയ്ത് വന്ന സാധനമാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ ഇതിന്റെ പുറകിൽ ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ടെന്ന്, കുട്ടികളുടെ സേഫ്റ്റി പ്രയോറിറ്റി ആക്കിയേ പറ്റൂ എന്നുള്ളത് എന്തായാലും ഷുവറാണ്. അല്ല, നമ്മൾ ഈ ജെഫ്രിയുടെ ഒക്കെ കാര്യം പറയുന്നത്, നമ്മുടെ കുട്ടികളൊക്കെ ഈ ഇന്ത്യൻ മഹാരാജ്യത്തുനിന്ന് കാണാതെ പോകുന്നു, ബാക്കി പിന്നെ ഒരു വിവരങ്ങളും ഇല്ല. ഈ ജെഫ്രിയെ പോലും മറ്റൊരു വ്യക്തി ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള സംശയിക്കേണ്ട വരും. എന്തായാലും കാണും, പക്ഷെ അത്രയും വലിയ സ്കെയിലിൽ ആയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അത്രയും വലിയ പവർഫുൾ ആളുകൾ ബിസിനസ്സുകാര്, ഫിലിം ഫീൽഡിലുള്ളവര്. പക്ഷെ ഇങ്ങനെയുള്ള ഈ കുരുതി കൊടുക്കുക കൊച്ചു പിള്ളേരെ പണ്ട് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. അല്ല, അത് പണ്ട് കാലം മുതലേ ഉണ്ട്. ഇത് മലയാള സിനിമയെ കൊണ്ടുവന്ന ആരാ? ചൈൽഡ് സാക്രിഫൈസ് ഉണ്ടെന്നും അത് ഈ പറയുന്ന പോലെ പല രാജ്യത്ത് നടക്കുന്നുണ്ടെന്നും ഒക്കെ കാണിച്ചൊരു വ്യക്തിയുണ്ട് മലയാള സിനിമയെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഈ സാക്രിഫൈസ് നടക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യുന്നു എന്നൊന്നും അപ്പം ഇതിന് സാറ്റാനിക് അല്ല ഡിമോണിക് ആയിട്ട് നേരിട്ട് ലിങ്ക് ഉണ്ടെന്ന് പറയുന്നു. 100%. അതിനെന്താ സംശയം? അല്ലെങ്കിൽ പിന്നെ എന്തിനാ കുട്ടികളുടെ ബ്ലഡ് കുടിക്കുന്നത്? അപ്പൊ ഇവര് ടച്ച് ചെയ്യുന്നത് മിക്കവാറും പാവപ്പെട്ട കുട്ടികളെ അല്ലെങ്കിൽ റിച്ച് ആൾക്കാരുടെ കുട്ടികളെ തൊട്ടാൽ എന്തായാലും അവർ റിയാക്ട് ചെയ്യും. അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇലോൺ മസ്കിന്റെ കുട്ടി അവര് ട്രാൻസ്ലേഷൻ ചെയ്ത് ജെൻഡർ മാറ്റിക്കണം, പബ്ലിക് സ്കൂളിൽ വിട്ടതാ. ഇപ്പൊ നമ്മൾ ഈ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ചൈൽഡ് ട്രാഫിക്കിങ് അല്ലെങ്കിൽ കാണാതെ പോകുന്ന കുട്ടികളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 85% പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. ശരിയാണ്, സാധാരണക്കാരൻ്റെയാണ്. ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകുന്ന സാധാരണ കുട്ടികളെ അവിടെ വെച്ചാണ് കാണാതാകുന്നത്. അല്ല, അപ്പൊ ഇതുവരെ പറഞ്ഞത് വെച്ച് ഇത് സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ചെയിനാണ്. ഇല്ലാത്ത ആൾക്കാരുണ്ട്, പവറുള്ള ആൾക്കാരും ഉണ്ട്. കാശുകാരനല്ല, പക്ഷെ വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന അവർ ഇവര് സ്വന്തം കാശ് മുടക്കി കൊണ്ടുവരും. ഈ ഫയൽ എന്തായാലും കുറച്ച് ആള് നിന്ന് ഡിസ്കസ് ചെയ്ത് ഇത് മാഞ്ഞു പോകാനല്ലേ ചാൻസ് കൂടുതൽ. അല്ല, ഇത്രയും നാള് നിന്നിട്ട് അത് വെളി വിടാതിരുന്നതാ. അവസാനം പ്രസിഡൻഷ്യൽ ഓർഡർ ട്രംപ് സൈൻ ചെയ്തിട്ട് അത് ഇറക്കിച്ചത്. ബ്യൂറോക്രാറ്റ്സ് അത് വെളി വിടുന്നില്ലായിരുന്നു, വോണ്ട് ബി ഗുഡ് എന്നും പറഞ്ഞിട്ട്. ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ പേര് വെളിയിൽ വന്നിട്ടുണ്ട്. എനിക്കത് കോൺഗ്രസിന്റെ കണ്ടാന്ന് തോന്നുന്നു. അത് കാരണം BJP ഇപ്പൊ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കുന്നു. അത് ഇൻവോൾവ് ആണ് എന്നുള്ള രീതിയിൽ. മറ്റൊരു സ്ത്രീയുടെ പേരുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇവിടെ ഉള്ള പല ആൾക്കാരും അതിനകത്ത് കാണും, എസ്പെഷ്യലി ബിസിനസ് ആൾക്കാർ. ഇപ്പൊ അനിൽ അംബാനിയുടെ തന്നെ അതിനകത്ത് ഉണ്ട്. അയാൾ എപ്സ്റ്റീൻ ഒന്ന് അയക്കുന്നു, ഏത് രാജ്യക്കാരിയെ ഇഷ്ടം, ഇന്ന വീഡിയോ ഞാൻ കണ്ടു, ഈ വീഡിയോ കൊള്ളാം, എന്തോ മാൽഡോവിയൻ കൊള്ളൂല, ഡച്ച് കൊള്ളാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറെ വീഡിയോസ് ഉണ്ട്. അവസാനം അനിൽ അംബാനി പറയുന്നു ഓക്കെ അറേഞ്ച് ഇറ്റ്. അപ്പം
ആ ആളുകളെ വരെ അന്ന് അദ്ദേഹം വളർന്ന് ഒരു വലിയ ടൈക്കൂണായി നിൽക്കുന്ന സമയത്ത് ഇവന്മാർ ലൂർ ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ്, പിന്നീട് ഇവർക്കെതിരെ തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ബേസ് കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അയാൾ എന്ന വ്യക്തിയെ ഉണ്ടാക്കി എടുത്ത ഒരു കൂട്ടം, ആ വ്യക്തിക്ക് വേണ്ട സകല ഫണ്ടിങ്ങും കൊടുത്ത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തൊരു കൂട്ടം, അവരിന്നും ഒരു കുഴപ്പമില്ല പുറത്തുണ്ട്. അപ്പൊ അന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി ആ ഐലൻഡിന് പകരം മറ്റൊരിടത്ത് എന്തായാലും ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പരിപാടിയാണ്. അതെന്തായാലും അവർ നിർത്തില്ല. ഇനി അത് ചൈൽഡ് സാക്രിഫൈസ് ആണെങ്കിൽ കുട്ടികളെ കാണാതാകുന്നതിന്റെ എണ്ണം ഇതുപോലെ തന്നെ നിലനിൽക്കും. പബ്ലിക് പ്ലേസുകളിൽ നിങ്ങളുടെ കുട്ടികളെ പരമാവധി വിടാതിരിക്കുക, ഉണ്ട് എങ്കിൽ മാതാപിതാക്കളോട് കൂടെ തന്നെ നിർത്തുക.